ഹായ്. ഈ ആണും പെണ്ണും തുല്യരാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനെക്കാട്ടിലും വലിയ മണ്ടത്തരം വേറെ ഒന്നുമില്ല കേട്ടോ. കുറെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാവുകയാണ്. അപ്പൊ ഭാര്യ പറയാണ്, 2013 ഡിസംബർ 14 നിങ്ങൾ ഇന്നെ അങ്ങനെ അപമാനിച്ചില്ലേ, ആളുകളുടെ ഇടയിലിട്ട് ഇന്നെ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറയും. അപ്പൊ ഈ ഭർത്താവ് അങ്ങനെ അന്തം വിട്ട് നിൽക്കും. ഇതെന്ത് കഥ? ആ കൃത്യം വർഷം ഡേറ്റ് വരെ ഈ സ്ത്രീ ഓർത്തിരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ പുരുഷന്മാരുടെ അവസ്ഥ, രാവിലെ എന്താണ് കറി എന്ന് ചോദിച്ചാൽ ഇങ്ങനെ അട്ടത്തൊക്കെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ? അപ്പൊ പ്രകൃതി നമ്മൾ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാനുള്ള പവർ ഉണ്ട്. ഇനി അവകാശത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ആണുങ്ങള് പെണ്ണുങ്ങളെക്കാട്ടിലും പുലികളൊക്കെ തന്നെയാണ്. പക്ഷെ വീട്ടില് രണ്ടാൾക്കും ഒരുമിച്ച് ഒരു പനി വന്നാൽ തീർന്നു കഥ. എന്തായിരിക്കും അവസ്ഥ? ഒരാള് ബെഡിൽ നിന്ന് എണീക്കാതെ എന്റെ ജീവിതം തന്നെ അവസാനിച്ചു എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലെ? പനിച്ച് പിന്നെ എണീക്കാതെ കിടക്കായിരിക്കും. ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരെ മറിച്ച് മറ്റേ ആളെന്തായിരിക്കും, ചെറിയ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട, അവരൊക്കത്തേക്ക് ഇരുത്തി അടുക്കളയിൽ പോയി മീൻകറി വെച്ച് ഉണ്ടാക്കി ചോറും കറിയും വിളമ്പി കൊടുക്കായിരിക്കും മറ്റേ ആൾക്ക്. പൊള്ളുന്ന പനി ഉണ്ടാവും, പക്ഷെ ആളത് കാര്യമാക്കുണ്ടാവൂല. അതാണ്, നമുക്ക് എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൂടെ ഉള്ളവരെ പരിഗണിക്കാനും അവർക്ക് കൂടുതൽ സർവീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് നമ്മളൊരു എബിലിറ്റിയാണ്, ദൈവം നമുക്ക് തന്നിട്ടുള്ളൊരു കഴിവാണത്. ഇനി വേറൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ എന്തെങ്കിലും സാധനം കാണാതെ പോവാണ്, അലമാരിയിലുള്ള ഒരു സാധനമാവും. അപ്പം എന്റെ കറുത്ത സോക്സ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ ആ ഷർട്ട് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാത്ത പുരുഷന്മാരുണ്ടാവും വീട്ടില്. അപ്പൊ തൊട്ട് കണ്ണിന്റെ മുന്നിൽ ഉണ്ടാവും, അലമാരി തന്നെ ഉണ്ടാവും സാധനം, പക്ഷെ അത് അവർ കാണൂല. കണ്ണുണ്ടായാലും കാണാത്തവരെന്നൊക്കെ പറയുന്നിട്ടില്ലേ, അതിവരെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ പെണ്ണുങ്ങളൊന്ന് വെറുതെ ഒന്ന് വിരലണിക്കുക, സാധനം കിട്ടും. അതാണ് അവസ്ഥ. അപ്പൊ സ്ത്രീകൾക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഓർഗനൈസിങ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്. കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയാക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ട് കേട്ടോ. ഇനി മൾട്ടി ടാസ്കിങ് എബിലിറ്റി എന്തായിരിക്കും? ഇപ്പൊ വീട്ടിലെ പുരുഷനോട് അവരിങ്ങനെ ഒന്ന് ഫോൺ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും ചായ എന്തെങ്കിലും എടുത്ത് കുടിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പറഞ്ഞാല്, ഒന്നെങ്കിൽ ചായ ഗ്ലാസ് താഴെ വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോൺ വീണ് പൊട്ടിയിട്ടുണ്ടാവും അല്ലെ? നേരെ മറിച്ച് നമ്മൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിലോ, ഒരു കയ്യിൽ ഫോൺ ഉണ്ടാവും, പിന്നെ വീട്ടില് അടുക്കളയിലെ പണിയെടുക്കുന്നുണ്ടാവും, കാലുകൊണ്ട് തറ വരെ തുടക്കുന്നുണ്ടാവും, മക്കളെ ചീത്ത പറയുണ്ടാവും, അതുപോലെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ 100 കൂട്ടം പണികൾ നമ്മൾ ഒരുമിച്ച് ചെയ്യും അല്ലെ? അതാണ് നമ്മളെ മൾട്ടി ടാസ്കിങ് എബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ പുരുഷന്മാർക്ക് ഒരിക്കലും ഈ ഒരു കാര്യം ഇത്ര ചെയ്യുന്നവരുണ്ടാവാം, 100-ലൊരു 5 പേരൊക്കെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ മെജോറിറ്റി സ്ത്രീകളാണ് ഇങ്ങനെ മൾട്ടി ടാസ്കിങ് എബിലിറ്റി. ഒരേ സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സ്ത്രീകളും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ കാര്യം, ലക്ഷ്യത്തിന്റെ സ്ഥാനം അങ്ങനെ വേണം പറയാൻ. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ്, അപ്പോ വഴി അറിയില്ല. അപ്പൊ സ്ത്രീ പറയും, ഭാര്യ ഭർത്താവും കൂടെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഭാര്യ പറയും, മനുഷ്യ ഒന്ന് ആരോടെങ്കിലും ഒന്ന് വഴി ചോദിക്കുക, നമുക്കത് സ്ഥലത്ത് പെട്ടെന്ന് എത്തണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ എന്തായിരിക്കും പറയാ, ഇതൊന്നും ഉണ്ടാകുന്ന എനിക്ക് വഴി അറിയാന്നറിയാം. എന്നിട്ടോ ഒരു 10 കിലോമീറ്റർ വരെ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടാവും, വഴി തെറ്റിങ്ങാണ്ട് പെട്രോൾ മുഴുവൻ തീർന്നിട്ടുണ്ടാവും, എന്നാലും ആരോടും വഴി ചോദിക്കൂല. നേരെ മറിച്ച് നമ്മൾ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? 2 കിലോമീറ്റർ അപ്പുറത്തേക്കാവും നമുക്ക് പോകേണ്ടി വരിക, പക്ഷെ എല്ലാ വളവിലും തിരിവിലും ഒരു 15 ആൾക്കാരോട് വരെയെങ്കിലും നമ്മൾ വഴി ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മളെ സ്ത്രീകളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമുക്ക് സുരക്ഷിതമായിട്ട് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. എന്നാൽ പുരുഷന്മാരോ, ആ ലക്ഷ്യം മാത്രമേ അവരെ മനസ്സിലുണ്ടാവുള്ളൂ. അവർ അഭിമാനം പണയം വെച്ചിട്ട് അവര് വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവർക്ക് ആ ലക്ഷ്യത്തിൽ എത്തിയാൽ മതി. എനിക്ക് പെട്രോൾ തീർന്നാലും വേണ്ടില്ല, വഴി തെറ്റിയാലും വേണ്ടില്ല, സമയം വൈകിയാലും വേണ്ടില്ല, ഒന്നും പ്രശ്നമല്ല. നേരെ മറിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് എന്താണ്, സുരക്ഷിതത്വ ബോധം. അത് നമുക്ക് ജന്മന അല്ലെങ്കിൽ പ്രകൃതി ദത്താലുള്ളൊരു എബിലിറ്റിയാണ്. സുരക്ഷിതമായിട്ട് നടക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് നമുക്കുള്ളത്. ഇനി 2 കൂട്ടരുടെയും സൗഹൃദങ്ങളുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറയാം. ഒരു 10 വർഷമായിട്ട് പരിചയമുള്ള ഒരു ഫ്രണ്ട്, 2 ആണുങ്ങൾ തമ്മിൽ അവർ ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഒരു 10 വർഷം മുമ്പ് കണ്ടതാണ്. അവര് പിന്നീട് ഒന്ന് കണ്ടുമുട്ടുന്ന സമയത്ത് സംസാരിക്കും, ഒന്ന് കൈ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച്, എന്താ വർത്താനം, എന്താ സുഖല്ലേ, മക്കൾക്ക് സുഖല്ലേ, വീട്ടിൽ സുഖല്ലേ, ആ കുടുംബങ്ങൾ ഈ കുടുംബങ്ങൾ, 10 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും അല്ലേ? നേരെ മറിച്ച് നമ്മൾ സ്ത്രീകൾ എങ്ങനെയാ, നമ്മള് രാവിലെ ചിലപ്പോൾ കണ്ടതായിരിക്കും, ഓഫീസിലോ അയലോക്കത്തോ മീൻ വാങ്ങാൻ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ വൈകുന്നേരം ഒന്ന് ഫോൺ വിളിച്ച് 1 മണിക്കൂർ നമ്മൾ സംസാരിച്ച് വിശേഷങ്ങൾ തിരക്കിയിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ കുറച്ച് കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവൂല. അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്, അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കിട്ടിയൊരു വലിയൊരു ബോണസ് തന്നെയാണ്. ഇനി നമ്മൾ ഒരു വഴിക്ക് പോകാനൊരുങ്ങുമ്പോൾ പുരുഷന്മാരെന്താവും, ഒന്ന് കുളിച്ച് ഒന്ന് ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ ഒരു പണി കഴിഞ്ഞു. ഒരു വണ്ടിയിൽ പോയിരുന്ന് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങും ഫോൺ വിളി. കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞില്ലേ, ഇറങ്ങാനായില്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം കെടുത്തിക്കൊണ്ടിരിക്കും.
അപ്പൊ ഈ വീട്ടിലെ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? മക്കളെ കാര്യങ്ങൾ നോക്കണം, മക്കളെ ഡ്രസ്സ്, മക്കളത് എല്ലാ കാര്യങ്ങളും, പിന്നെ വീട്ടിലത്തെ മോട്ടോർ ഓഫ് ആക്കിക്കണോ, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ, ലൈറ്റ് ഫാൻ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു 100 കൂട്ടം കാര്യങ്ങൾ, ഒരു സ്വർണ്ണക്കട അടച്ച് പുറത്തിറങ്ങുന്ന ഒരു തിരക്കായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതൊന്നും ഈ ആണുങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ നേരെ വണ്ടി കയറി കണ്ട് അങ്ങോട്ട് ഇരുന്നോളും. അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഈ രണ്ടു കൂട്ടരും തുല്യാവണത്? ഇനി ഈ പുരുഷന്മാരും സ്ത്രീകളെയും പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടില് ഒരു തേക്ക് മുറിക്കാനുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി ലൈന് പോകുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ. അപ്പൊ അതുമ്മ ടച്ച് ചെയ്യാതെ വേണം ഈ മരം മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇവര് 2-3 പേരുണ്ട്. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അത്ര യങ്ങൊന്നല്ല, അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. വന്ന് കറക്റ്റായിട്ട് ആ റോപ്പ് എറിഞ്ഞ് അതിൽ ടൈ ചെയ്ത് എത്ര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴ്ന്ന ആള് കയറി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് എത്ര സേഫ് ആയിട്ടാണ് അത് മുറിച്ച് മാറ്റിയെന്നറിയാം. ഭയങ്കര പവർ വേണ്ടിയുള്ള ഒരു ടാസ്ക് തന്നെയാണത്. പക്ഷെ എത്ര സിമ്പിളായിട്ടാണ് അവരത് ചെയ്തെന്നറിയാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും അവർ ചോദിച്ചില്ല. നേരെ മറിച്ച് നമ്മൾ ലേഡീസിന് ആ കാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റുമായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു 100-ൽ 3 ആൾക്കോ 4 ആൾക്കോ ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ മെജോറിറ്റി സ്ത്രീകൾക്ക് ആ കാര്യമൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ദൈവം നമ്മളെ 2 കൂട്ടരെ സൃഷ്ടിച്ചിരിക്കുന്നത് 2 വ്യത്യസ്ത അത്ഭുതങ്ങളായിട്ടാണ്. നമ്മളിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. പക്ഷേ സീരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കൂട്ടരും ഭയങ്കര 2 മഹാത്ഭുതങ്ങളാണ് അല്ലെ. 2 കൂട്ടർക്കും അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എബിലിറ്റീസും ഡിസബിലിറ്റീസും ഉണ്ട് അല്ലെ. ഒരു സൈക്കിളിന്റെ 2 വീല് പോലെയാണ്. കാണുമ്പോൾ വലിയ വ്യത്യാസം ഒന്നും തോന്നില്ലായിരിക്കും, പക്ഷെ 2 തരത്തിലാണ്. ഒരു വീല് ഒരു സൈഡിക്കും ഒരു വീല് മറ്റേ സൈഡിക്കും സഞ്ചരിച്ചാൽ എന്താവും അവസ്ഥ? അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. ഈ സ്ത്രീയും പുരുഷനും 2 വ്യത്യസ്ത ധ്രുവങ്ങളാണെങ്കിൽ കൂടിയിട്ട് അവര് ഒരേ ദിശയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജീവിതം മനോഹരമായിട്ട് തീരുള്ളൂ. അപ്പൊ പരസ്പരം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞങ്ങൾ 2 ഇപ്പൊ പലരും പറയുന്ന പോലെ സ്ത്രീയും പുരുഷനും തുല്യരാണ്, അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷൻ്റെതായിട്ടുള്ള ഇത് വേണം. അതെന്ന് പറയുന്നത് അവകാശങ്ങളുടെ കാര്യത്തിലാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് വേണം, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടിലും നമുക്ക് സ്ഥാനം വേണം, അവരെ നമ്മൾ പരിഗണിക്കണം. അത് വിചാരിച്ചിട്ട് സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയാൻ പറ്റില്ല. ബയോളജിക്കലി അവർ വ്യത്യസ്തര് തന്നെയാണ്. 2 കൂട്ടരും വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത ബയോളജിക്കൽ നേച്ചറും ഉള്ള ആളുകളാണ്. പക്ഷെ അവകാശങ്ങളുടെ കാര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശങ്ങൾ വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ പുരുഷന്മാർ അതേ ഒരു സെക്യൂരിറ്റി സ്ത്രീകൾക്കും വേണം എന്നുള്ളതാണ്. അവർക്ക് ഈക്വാലിറ്റി വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ എല്ലാ കാര്യങ്ങളിലും പുരുഷനെക്കാട്ടിലും അല്ലെങ്കിൽ പുരുഷന്റെ അതേ പടിയിൽ നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പുരുഷന്റെ ഈ കരുത്തും സ്ത്രീകളുടെ ഈ മൾട്ടി ടാസ്കിങ് എബിലിറ്റിയും ഈ പവറും ഒക്കെ കൂടെ കൂടിച്ചേർന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്ത്രീയും പുരുഷനും എല്ലാ കാര്യത്തിലും തുല്യരാണ്, അവർക്ക് തുല്യ അവകാശം വേണമെന്ന് പറഞ്ഞ് ബാധിക്കാതെ ആ വ്യത്യസ്തതകളെ അംഗീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.